പുരുഷന്മാർ മാത്രം 5000-ഓളം വരുന്ന ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഇടയായി. അന്ന് പകൽ മുഴുവൻ യേശുവിൻ്റെ തിരുവായ് മൊഴികളും രോഗങ്ങൾ സൗഖ്യമാകുകയും ഭൂതങ്ങൾ പുറത്താക്കുകയും ഒക്കെ ചെയ്ത് യേശുവിൽ നിന്ന് ഒത്തിരി വിടുതലുകളും സൗഖ്യങ്ങളും ഒക്കെ അനുഭവിച്ച് നേരം വൈകിയപ്പോൾ ഈ അപ്പോസ്തലന്മാർ യേശുവിനോട് വന്ന് പറയുന്നു, കർത്താവേ, നേരം വൈകിയല്ലോ, ഇവരെ അടുത്തുള്ള ഊരുകളിലേക്ക് പറഞ്ഞയച്ചാലും ഭക്ഷിപ്പാൻ അവർക്ക് ഇത് മരുഭൂമിയാകയാൽ യാതൊന്നും അവർക്ക് ലഭിക്കുകയില്ലല്ലോ എന്ന് കർത്താവോട് പറയുന്നു. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. 5 അപ്പവും 2 മീനും ഇവർ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഇവരുടെ കരങ്ങളിലേക്ക് തന്നെ യേശു വാഴ്ത്തി മടക്കി നൽകുവാൻ ഇടയായി. എന്നാൽ 50 വീതം പന്തിയായി ഇരുത്തി ഈ 5 അപ്പവും 2 മീനും അവർക്ക് വിളമ്പി കൊടുത്തു. 12 കൊട്ട അവശേഷിക്കത്തക്കവണ്ണം കർത്താവ് അവർക്ക് ഒരു വലിയ ശേഷിപ്പ് ഈ 12 കർത്താവ് നൽകുവാൻ ഇടയായി. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുന്നത് ഇതത്രേ: കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്ത് ഈ നാളുകളിൽ കർത്താവിൻ്റെ വേലയിലോ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തിയിലോ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ, ദൈവവേലകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ. എന്നാൽ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ഓടിയിട്ട് ഒടുവിൽ ജീവിതത്തിൽ ഒരു ശേഷിപ്പില്ലാതെ, ജീവിതത്തിൽ ഒത്തിരി ശൂന്യതകൾ, ഒത്തിരി ഞെരുക്കങ്ങൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ആമേൻ, രാവിലെ മുതൽ രാത്രി വരെ കർത്താവിന് വേണ്ടി ഓടിയിട്ട് രാത്രിയിൽ മടങ്ങി വരുമ്പോൾ ജീവിതത്തിൽ യാതൊന്നുമില്ലാതെയാണ് ഈ നാളുകളിൽ നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ തലമുറകളുടെ അവസ്ഥകൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഈ നാളുകളിൽ ഒരു ശേഷിപ്പ് കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.